ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തക്കിൽ കൂടുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയുടെ സൂപ്പർ അപ്കമിങ് വിശേഷത്തിലേക്ക് സ്വാഗതം. അതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് എത്തുന്നതായിരിക്കും. അങ്ങനെ വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്ന അങ്ങനെ സുഭാഷ് സുനന്ദയെ നഷ്ടമായതിനു ശേഷം വളരെ നിരാശയോടുകൂടി ഇരിക്കുമ്പോഴാണ് സുഭാഷിനെ ഒന്ന് സന്തോഷപ്പെടുത്തണം. അതിനുവേണ്ടി സുധീഷ് പോയിട്ട് യാത്ര ചെയ്തിട്ട് അല്ലെങ്കിൽ തൻ്റെ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ ആഹാരമൊക്കെ ബിരിയാണിയൊക്കെ ആയിട്ടാണ് മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് ബിരിയാണി മേടിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് ഹരീഷിനെ വാഹനത്തിൽ കയറ്റി കൊണ്ടുവരിക. അപ്പം ഹരീഷും സുധീഷും കൂടെ സുഭാഷേൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സംസാരിച്ചാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ സുധീഷും ഹരീഷും എപ്പോൾ കണ്ടാലും വഴക്കുണ്ടാക്കുന്നവർ വളരെ സ്നേഹത്തോടു കൂടി സംസാരിച്ച് ഒരുപാട് സമയം വാഹനത്തിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ട് വരുന്ന ഒരു മനോഹരമാകുന്ന കാഴ്ച നമുക്ക് കാണാം. അങ്ങനെ സുധീഷ് മേടിച്ചിരിക്കുന്ന പലഹാരം അല്ലെങ്കിൽ ആഹാരം പൊതി കണ്ടിട്ട് ചോദിക്കുകയാണ്, നീ ആഹാരമൊക്കെ മേടിച്ചായിരുന്നു എന്ന് ചോദിക്കുക. അപ്പോൾ സുധീഷ് പറയും, ഞാൻ എന്തായാലും സുഭാഷേട്ടൻ വളരെ ദുഃഖത്തിലാണല്ലോ, അദ്ദേഹത്തെ എന്തിനാണ് നമ്മൾ ഈ ബുദ്ധിമുട്ടിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇന്ന് ഇച്ചിരി പാഴ്സൽ മേടിച്ചുകൊണ്ട് വന്നു എന്ന് പറഞ്ഞു. അതായാലും നന്നായി, ഇനിയിപ്പോൾ ഇതിൻ്റെ പൈസ ഞങ്ങൾ കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെ ചോദിച്ചങ്ങ് ഹരീഷ് വീണ്ടും പതിയെ സുധീഷുമായിട്ട് വഴക്കുണ്ടാക്കാൻ തുടങ്ങിയിട്ടോ. പിന്നെ അങ്ങോട്ട് കാണുന്നത് ഒരു കൂടുതൽ സമയം സന്തോഷത്തോടു കൂടി സംസാരിച്ച് സുധീഷും ഹരീഷും ഒടുവിൽ വീണ്ടും പഴയപടി വഴക്കിലേക്ക് പോവുകയും അങ്ങനെ വാഹനത്തിലിരുന്ന് വാക്കുതർക്കം ഉണ്ടാകുകയും അങ്ങനെ വലിയ ഒരു സംഘർഷാവസ്ഥയിലേക്കൊക്കെ പോകുന്ന നമുക്ക് വരുന്ന ദിവസത്തെ എപ്പിസോഡ് കാണാം. ഒടുവിൽ വീട്ടിലെത്തിയപ്പം സുഭാഷും നികേഷും അതുപോലെ നിധിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം സുഭാഷ് വളരെ സങ്കടത്തിൽ ഇരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് സുധീഷിനെ കണ്ടുകൊണ്ട് ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി സുഭാഷ് പോകാൻ നേരത്ത് സുധീഷ് കയറി വന്നിട്ട് പറയുകയാണ്, സുഭാഷേട്ടാ ആഹാരം ഉണ്ടാക്കണ്ട, ഞാൻ ആഹാരം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് സുഭാഷ്, എന്തിനാണ് ആവശ്യമില്ലാത്ത ഇങ്ങനെ പൈസ ചിലവാക്കുന്നത്, ഞാനിവിടെ ആഹാരം ഉണ്ടാക്കില്ലായിരുന്നു എന്ന് ചോദിക്കുക. അപ്പം സുധീഷ് പെട്ടെന്ന് പറയുകയാണ്, സുഭാഷേട്ടൻ്റെ ആഹാരം കഴിച്ച് ഞങ്ങൾ മടുത്ത്, ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ, അതുകൊണ്ട് ഇന്ന് ബിരിയാണി മേടിച്ചതാണ് എന്ന് പറയുകയാണ്. അങ്ങനെ പെട്ടെന്ന് ബിരിയാണി സുഭാഷിൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ നേരത്ത് നിധി അത് ചെന്ന് മേടിക്കുക കേട്ടോ. നിധി അത് വളരെ സ്നേഹത്തോടു കൂടി സുധീഷിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് പറയാണ്, പോയി നിങ്ങൾ റെഡി ആയിട്ട് വാ, ഞാൻ അതെല്ലാം പാകം ചെയ്യാം എന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും പോയി കൈയൊക്കെ കഴുകിയിട്ട് വരുന്ന സമയത്ത് നിധി ആഹാരമൊക്കെ റെഡിയാക്കിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും വന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ നമ്മുടെ ഭാസ്കരനും കൂടെ ഇടയ്ക്ക് കയറി വരികയാണ്. ഭാസ്കരനും കയറി വന്നപ്പോഴത്തേക്ക് നല്ല ബിരിയാണി എടുത്ത് വെച്ചിരിക്കുക. പെട്ടെന്ന് അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഒന്നും നോക്കാതെ ഒരു ബിരിയാണി എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഒരു 2 ലെഗ് പീസൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട്, ഇന്ന് ബിരിയാണിയാണോ, ഇന്ന് എൻ്റെ ആഘോഷമായല്ലേ എന്നൊക്കെ ചോദിച്ച് തൻ്റെതായ ശൈലിയിൽ എടുത്തുകൊണ്ട് വെളിയിലേക്ക് പോകുന്നു. അങ്ങനെ എല്ലാവരും ബാക്കിയുള്ളവരെല്ലാം ഇരുന്ന് ആഹാരം കഴിക്കുമ്പോൾ സുഭാഷ് മാത്രം ആഹാരം കഴിക്കുന്നിടത്ത് വളരെ ദുഃഖത്തോടുകൂടി ഇരിക്കുകയും അങ്ങനെ ആ പാത്രത്തിൽ കൈയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ബാക്കി എല്ലാവരും കഴിക്കുമ്പോൾ തനിക്ക് കഴിക്കാൻ പറ്റാതെ മറ്റൊരു അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ആഹാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്ന സുധീഷ് കാണുകയും അങ്ങനെ നികേഷിനെ അടുത്ത് വിളിച്ചിട്ട് പറയുകയാണ്, എടാ നികേഷേ, സുഭാഷേട്ടൻ്റെ ദുഃഖമൊക്കെ മാറ്റണം, അതിന് നമുക്കൊരു പരിപാടി ചെയ്താലോ എന്ന് ചോദിക്കുക. അങ്ങനെ ചെവിയിൽ ആ രഹസ്യം നികേഷിൻ്റെ പറയുകയും പെട്ടെന്ന് സുധീഷും നികേഷും കൂടെ എഴുന്നേറ്റ് പോകും അവിടെ നിന്ന് കേട്ടോ. അപ്പോൾ നിധി പെട്ടെന്ന് ഇവരെ ശ്രദ്ധിക്കുക, എവിടെ പോവാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നികേഷ് അകത്ത് പോയി തൻ്റെ ഫോൺ എടുത്തുകൊണ്ട് വരികയും അങ്ങനെ ഒരു അടിപൊളി പാട്ട് ഒച്ചത്തിൽ ഇടുക കേട്ടോ. ശബ്ദത്തിൽ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് സുധീഷ് അവിടെ നിൽപ്പുണ്ട്. സുധീഷ് പെട്ടെന്ന് അടിപൊളി ഡാൻസിനൊപ്പം നൃത്തം ചെയ്യുകയും ചെയ്യുന്ന ഒരു രസകരമാകുന്ന നിമിഷമുണ്ട്. അങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും അതിശയമായി പോയി. അപ്പോൾ ഈ പാട്ടും നൃത്തവും കണ്ടപ്പോൾ സുഭാഷ് പെട്ടെന്ന് ഞെട്ടി ഇവരെ ശ്രദ്ധിക്കുകയും എന്ത് പാടായി കാണിക്കുന്നതെന്ന് ചോദിക്കുക. പിന്നെ അവിടെ നടക്കുന്നത് രസകരമാകുന്നൊരു നിമിഷമാണ്. സുഭാഷിനെ സന്തോഷപ്പെടുത്തുവാൻ വേണ്ടി ആ പഴയ മൂഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സുധീഷ് ഒരു ആൺവേഷം കെട്ടി ആടുകയും നികേഷ് പെൺവേഷം കെട്ടി നൃത്തം ചെയ്യുകയും ചെയ്യുന്നൊരു മനോഹരമാകുന്ന രംഗം. ഇത് കണ്ട് നിധിക്കും അതുപോലെ ഹരീഷിനും സുഭാഷിനും സന്തോഷമുണ്ടാകുകയും അങ്ങനെ പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നൊരു മനോഹര രംഗമുണ്ട് കേട്ടോ. അങ്ങനെ ഒടുവിൽ നികേഷും സുധീഷും കൂടെ സുഭാഷേട്ടൻ്റെ അടുക്കൽ വന്നിട്ട് സുഭാഷിനെ പൊക്കിയെടുത്ത് സുഭാഷിനെ അവരോടൊപ്പം ഡാൻസ് കളിപ്പിക്കുക. അങ്ങനെ സകല ദുഃഖവും മറന്ന് സുഭാഷും സുധീഷിൻ്റെയും നികേഷിൻ്റെയും ഒപ്പം ഡാൻസ് കളിക്കുന്നു. ഒപ്പം ഹരീഷും കയറി വരുന്നു. അതിനോടൊപ്പം ഭാസ്കരനും കൂടെ ഇതെന്താണ് ഈ ശബ്ദകോലാഹലം എന്നൊക്കെ ചോദിച്ച് ദേഷ്യത്തോടു കൂടി അകത്ത് വരുമ്പോൾ ഇവർ ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുന്നൊരു ഭാഗമാണ് കാണുന്നത്. ഇതിങ്ങനെയൊന്നും അല്ല കളിക്കുന്നത്, എന്നെ കാണിക്കുകയാണ് എന്ന് ചോദിച്ച് തൻ്റെ കയ്യിലിരുന്ന തോർത്തും തലയെ കെട്ടി അവരോടൊപ്പം നൃത്തം ചെയ്യുന്ന ഒരു മനോഹര രംഗമുണ്ട്. അതിനോടൊപ്പം നിധിയും കൂടെ കൂടുമ്പോൾ ആ പഴയ വീട് തന്നെയായി ഒരു സന്തോഷത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്ന ഒരു രംഗമൊക്കെ വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണാം. അതിനുശേഷം വീണ്ടും കാണുന്നത് എല്ലാവരും രാവിലെ ജോലിക്ക് പോകുന്നു. ജോലിക്ക് പോയതിനു ശേഷം
നമ്മുടെ സുനന്ദ കല്യാണമൊക്കെ കഴിഞ്ഞ് തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മടങ്ങി പോകാൻ സമയത്ത് എല്ലാവരും വളരെ ബന്ധുക്കളും അതുപോലെ സ്വന്തം എല്ലാവരും ഒരു ആഹാരമൊക്കെ ഉണ്ടാകുന്നു സുനന്ദയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി. അതുപോലെ പുതുമണവാളിനുമായിട്ട് എല്ലാവരും ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പെട്ടെന്ന് സുനന്ദ അവരുടെ ഇടയിലേക്ക് വന്നിട്ട് പറയുകയാണ്, ഞാൻ ഒത്തിരി പേര് കഴിഞ്ഞ ദിവസം കല്യാണത്തിന് വരാത്തവരുണ്ട്, അവരോടൊക്കെ ഒന്ന് യാത്ര പറഞ്ഞിട്ട് വരട്ടെ എന്ന് തൻ്റെ ഭർത്താവിനോട് ചോദിക്കുകയാണോ. അപ്പോൾ പെട്ടെന്ന് സുനന്ദയുടെ അമ്മ പറയാണ്, ആരോട് യാത്ര ചോദിക്കാനാടി മോളെ എന്ന് ചോദിക്കുകയാണ്. അല്ലമ്മേ, ഒരുപാട് പേര് വരാത്തവരൊക്കെ ഉണ്ട്, അവരോടൊക്കെ ഇന്ന് യാത്ര പറഞ്ഞിട്ട് പോകണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് സുനന്ദയുടെ അമ്മയ്ക്കും അച്ഛനും മനസ്സിലായി ഇത് സുഭാഷിനെ കാണുവാൻ വേണ്ടി സുഭാഷിനോട് യാത്ര പറയുവാൻ വേണ്ടി പോകുന്നതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ സുനന്ദയുടെ അമ്മ പറയുകയാണ്, വേണ്ട അതൊന്നും വേണ്ട മോളെ, കാരണം അങ്ങനെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, അങ്ങനെ വീടുകളിൽ കയറി പോകുന്നത് മോശമാണ്, അതുകൊണ്ട് അതൊന്നും വേണ്ട എന്ന് പറയുകയാണ്. അപ്പം സുനന്ദയുടെ അച്ഛനും പറയുകയാണ്, അത് ശരിയാ, പോകണ്ട മോളെ, ഞങ്ങൾ പറഞ്ഞോളാം എന്ന് പറയുകയാണ്. അപ്പം സുനന്ദ അതൊന്നും പരിഗണിക്കുന്നില്ല. സുനന്ദ പെട്ടെന്ന് തൻ്റെ ഭർത്താവിനോട് പറയാണ്, ഞാനൊന്ന് പോയിട്ട് വരട്ടെ, എനിക്ക് ഇനിയിപ്പം അവരെ ഒന്ന് കാണാൻ പറ്റിയെന്ന് വരില്ലല്ലോ, ജീവിതത്തിൽ കാണാൻ പറ്റിയെന്ന് വരില്ല, അപ്പോൾ വരാത്ത ഒരുപാട് പേരുണ്ട്, അവരെയൊക്കെ ഒന്ന് കണ്ട് യാത്ര പറഞ്ഞിട്ട് വരാമെന്ന് പറയണം. അപ്പോൾ ഈ സുനന്ദയുടെ ഭർത്താവ് പറഞ്ഞു, അതിനിപ്പോൾ എന്താ സുനന്ദ പോയി യാത്ര പറഞ്ഞിട്ട് വരാൻ പറയാണ്. അപ്പോൾ പെട്ടെന്ന് സുനന്ദയുടെ അമ്മാവനുണ്ടല്ലോ, അമ്മാവനും അതുപോലെ അച്ഛനും അമ്മയും ഇവിടെ പറയാണ്, വേണ്ട മോനെ, അത് വേണ്ട, അത് ശരിയാവില്ല, കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും സമയമായതുള്ളൂ, ഇത്രയും ഒരു ദിവസം ആയതല്ലേ ഉള്ളൂ, അതുകൊണ്ട് അവളെ അങ്ങനെ വിടുന്ന മോശമാണ് എന്ന് പറയാണ്. ഞങ്ങൾ പോയി യാത്ര പറഞ്ഞോളാം, പറയേണ്ടവരോടൊക്കെ ഞങ്ങൾ പറഞ്ഞോളാം, അവിടെ യാത്ര പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ സുനന്ദ പറയാണ്, അമ്മേ, ഞാൻ എൻ്റെ ഭർത്താവിനോടാണ് ചോദിക്കുന്നത്, എൻ്റെ ഭർത്താവിൻ്റെ അനുമതിയോട് കൂടിയാണ് ഞാൻ ഇനി പോകേണ്ടതും വരേണ്ടതുമൊക്കെ. അമ്മ അങ്ങനെയല്ലേ പറഞ്ഞത്, ഭർത്താവ് പറയുന്നത് കേട്ടനുസരിക്കണമെന്ന്. അപ്പം എൻ്റെ ഭർത്താവിനോട് ഞാൻ ചോദിക്കുന്നത്, അതിനകത്ത് അമ്മ ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറയുകയും അങ്ങനെ സുനന്ദ പറയാണ്. സുനന്ദ തൻ്റെ ഭർത്താവിനോട് വീണ്ടും അനുവാദം ചോദിക്കുമ്പോൾ ഭർത്താവ് സന്തോഷത്തോടു കൂടി അനുവാദം കൊടുക്കുകയും അങ്ങനെ അമ്മയുടെയും അച്ഛൻ്റെയും വാക്കുകളല്ല ഇനി എൻ്റെ ഭർത്താവിൻ്റെ വാക്കുകളാണ് ഞാൻ കേൾക്കേണ്ടതെന്ന് ഒരു മുന്നറിയിപ്പ് കൊടുത്തതിന് ശേഷം നേരെ സുഭാഷിൻ്റെ വീട്ടിലേക്ക് പോകുന്നൊരു ഭാഗമാട്ടോ. ഈ സമയത്ത് പെട്ടെന്ന് സുനന്ദയുടെ അച്ഛൻ സുനന്ദയെ അമ്മയെ കണ്ണു വെച്ച് കാണിക്കുക, പുറകെ പോകാൻ പറയുകയും അങ്ങനെ സുനന്ദയുടെ അമ്മ വേഗത്തിൽ സുനന്ദയുടെ പുറകെ പോവുകയും അവിടെ വഴിയിൽ വെച്ച് തടയുകയും ചെയ്യാം. ഈ സമയത്ത് സുനന്ദ തൻ്റെ അമ്മയോട് പറയാണ്, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ അനുമതിയോട് കൂടി എനിക്ക് എവിടെയും പോകാം, നിങ്ങളുടെ അനുമതി ഇനി എനിക്ക് ആവശ്യമില്ല, അതുകൊണ്ട് എൻ്റെ കയ്യിൽ പിടിക്കാനോ ഇനി എൻ്റെ മേൽ അധികാരം കാണിക്കുവാനോ നിങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല, അതുകൊണ്ട് എന്നെ വിടാൻ പറയുകയും അങ്ങനെ സുനന്ദയുടെ അമ്മയുടെ വാക്കുകളെയും എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് സുഭാഷിൻ്റെ വീട്ടിലേക്ക് സുനന്ദ ചെല്ലുകയാണ്. അപ്പോൾ സുഭാഷ് വളരെ ദുഃഖത്തോടു കൂടിയാണെങ്കിൽ ഒരു അല്പം ദുഃഖത്തോടു കൂടി സുനന്ദയെ ഓർത്തുകൊണ്ട് ഇങ്ങനെ സുനന്ദ എല്ലാ ദിവസവും വന്ന തൻ്റെ ആഹാരം ഉണ്ടാക്കുമ്പോൾ വന്ന് മേടിക്കുകയും സുഭാഷ് ചേട്ടാ എന്ന് വിളിക്കുകയും ചെയ്യുന്ന ഭാഗമൊക്കെ ഓർത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് സുനന്ദ കയറി വരുന്നത്. അപ്പോൾ സുനന്ദ കയറി വന്ന് സുഭാഷ് ചേട്ടൻ ഇങ്ങനെ ആഹാര പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സുഭാഷ് ചേട്ടാ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ സുഭാഷ് ഇങ്ങനെ സ്വപ്നമാണല്ലോ എന്നിങ്ങനെ ഓർത്ത് താൻ കണ്ട സ്വപ്നത്തിലെ വിളിയാണല്ലോ എന്നൊക്കെ ഓർത്ത് മൈൻഡ് ചെയ്യാതിരുന്ന് വീണ്ടും പാചകം ചെയ്യുക. അപ്പോൾ വീണ്ടും സുഭാഷ് ചേട്ടാ എന്ന് സുനന്ദ വിളിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഞെട്ടിത്തിരിയുമ്പോൾ ഇത് സ്വപ്നമല്ലല്ലോ എന്നോർത്ത് ഞെട്ടിത്തിരിയുമ്പോഴാണ് സുനന്ദ തൻ്റെ മുൻപിൽ നിൽക്കുന്ന കാഴ്ച സുഭാഷ് കാണുന്നതൊക്കെ. ഇതൊക്കെയാണ് വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. വീണ്ടും അടുത്ത ദിവസത്തെ എപ്പിസോഡുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.